ബിരിയാണിയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹണി ബീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ഫേസൊക്കെ നമുക്ക് ഫുൾ പിമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഹോം വ്ലോഗ് എടുക്കണമെന്ന്. പക്ഷേ ഈ ഹോം വ്ലോഗ് കാര്യമായിട്ട് ഒന്നും നടക്കാറില്ല. കാരണം അമ്മയും അച്ഛനും ഒക്കെ വർക്കിന് പോകും മോർണിംഗ്. അപ്പോൾ ഞാൻ മാത്രമേ ഒറ്റയ്ക്ക്. അപ്പോൾ കാര്യമായിട്ട് നമുക്കൊന്നും എടുക്കാനില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പല പല സൗണ്ടുകളും കേൾക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ആര് കരയുന്നുണ്ട്, അത് അമ്മയുടെ സൗണ്ട് കേൾക്കും, അങ്ങനെ കുറേ സൗണ്ടുകൾ കേൾക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബിരിയാണി ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്, അമ്മയാണ്. അപ്പോൾ അമ്മ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ബട്ട് നമ്മൾ എല്ലാത്തിനും നല്ലത് പറയാറില്ല, ഞാൻ തീരെ പറയാറില്ല. അപ്പോൾ ഞാനും എല്ലാവരും ഒരു നല്ലത് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത സാധനമാണ് അമ്മേൻ്റെ ബിരിയാണി. ഓക്കെ, അപ്പോൾ അതാണ്, അതിന് തട്ടിക്കൂട്ടിലാണ്. കാരണം സമയം 12:30. അപ്പോൾ ഞങ്ങൾ പോയി, അച്ഛൻ ഇവിടെ ഇല്ല വർക്കിന് പോയത്. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് ഐറ്റംസൊക്കെ മീൻസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമയം അത് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അമ്മ എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ട്. നോർമലി അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മേൻ്റെ ഒരു കാര്യത്തിൽ ആരെങ്കിലും പോയി ചെയ്ത് കൊടുക്കണമെന്ന്, ഹെൽപ്പ് ചെയ്യുന്നത് പോലും ഇഷ്ടമില്ല. പക്ഷേ ഇന്ന് നമുക്ക് സമയമില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പം നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ അമ്മേനെ പോയി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കറണ്ട് പോയി, മിക്സി ഞെടിക്കാൻ പറ്റില്ല, കറണ്ട് വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വ്ലോഗ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. കമൺ, നമുക്ക് കറണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാൽ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ റൈസിൻ്റെ മുകളിൽ വിതറാനുള്ള ഉള്ളി റെഡിയാക്കണം. നന്നായിട്ട് നെയ്യിൽ വഴറ്റി മൊരിയുന്നൊരു ഇതാക്കി എടുത്തിട്ട് നമ്മളത് വറുത്ത് കോരി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര എന്ന് വിതറാം കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറാവുന്ന വരെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് യൂസ് ഉള്ളൂ. ഇനി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ പുതിനയിലും മല്ലിയിലൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി മസാലയ്ക്കുള്ള പണി തുടങ്ങും. അപ്പം നന്നായിട്ട് നീളത്തിൽ ഉള്ളി എരിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സാധനങ്ങളും കൂടി നമ്മൾ നന്നായിട്ട് നെയ്യിലിതാ ഒന്ന് വഴിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ അതിഥി ഹേ. സോ നമുക്ക് തക്കാളി അരിയാം കേട്ടോ. ഇനി ഒക്കെ ഫാസ്റ്റ് അടിച്ചാൽ സമയം ഇപ്പം തന്നെ 2 മണി, 1 മണിയുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കൂടി നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് തൈരാണ്. തൈര് നമുക്ക് സാലഡിനും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു മസാലയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തൈരൊന്ന് കവർന്ന് ഊരി ഒഴിച്ചു. പിന്നെ നമ്മളിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തു കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തു. പിന്നെ നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചു. പിന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ, അതുകൂടി ഇട്ട് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് അതിലേക്ക് ചേർക്കാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ മല്ലിയിലും കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനലിലേക്ക് എത്തിക്കുകയാണ്. അതായത് നമ്മൾ നല്ല മസാലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്ക് നമ്മുടെ അരി എടുത്തിട്ട്, അതായത് റൈസ് നമ്മൾ ദം ഇടാൻ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അമ്മ ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഓരോ ലെയർ ആയിട്ടാണല്ലോ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ചുകൂടെ നെയ്യും കൂടി ഒഴിച്ച് നമ്മളത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. ഒരു കനം വെക്കണമെന്നാണ് ദം വയ്ക്കുമ്പോൾ. അപ്പോൾ അതും കൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെച്ചു കേട്ടോ. സോ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, എപ്പോൾ ബിരിയാണി വയ്ക്കുമ്പോൾ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഉള്ളി സലാഡാണ്. അത് പല എന്താണ് പറയാറ്, സലാഡ്സ് അങ്ങനെയൊക്കെ പേര് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാത്തുള്ളത് ഇവിടെ ഞാൻ വെച്ചിട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളി സാലഡ് കൂട്ടുന്ന ആൾക്കാരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 2 മാത്രമേ, അമ്മ കൂട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും അതുണ്ടാക്കണം. അതിന് ഒരു ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഒരു ഉള്ളി, ഒരു തക്കാളി, പച്ചമുളക്. 2 ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ 2 ഉള്ളി എടുത്തിട്ടുള്ളൂ, നമുക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ ഒരു തക്കാളി, അതേപോലെ തന്നെ 2 പച്ചമുളകുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളിത് നന്നായിട്ട് ഉള്ളി അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇടുക. അതേപോലെ തന്നെ തക്കാളി നമ്മൾ അരിഞ്ഞിട്ട് ഇടുക. പിന്നെ നമ്മൾ പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇടുക കേട്ടോ.
അപ്പോൾ നമ്മൾ കൈ കൊണ്ടാണ് കേട്ടോ ഇത് ഞെരട്ടുന്നത്, അതായത് നമ്മൾ കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് അതിൻ്റെ എസൻസ് കിട്ടാൻ. പിന്നെ ഞാൻ തൈയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചിലർ സുറുക്കൊക്കെ ഞാൻ ഇടയ്ക്ക് സുറുക്ക അതായത് വിനീഗർ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ വിനീഗർ ഇല്ല. നമ്മൾ കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ സലാഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, സോ നമുക്ക് ഫൈനലി ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാറുണ്ട്. അതാണ് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ബിരിയാണിക്കൊക്കെ കാണാറുണ്ടാവും, ഒരു പച്ച കളറിലെ ചമ്മന്തി. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നാളികേരം ചിരകാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് മല്ലിച്ചപ്പ് വേണ്ടതിന് പുതിനയിലാണ്. അപ്പം നമുക്ക് പുതിനയിൽ അരിയാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിനയിൽ അരിയാം. പിന്നെ പച്ചമുളക് വേണമെന്ന് തോന്നുന്നു, അത് അമ്മയുടെ സെക്ഷനാണ്, അമ്മയാണ് ഉണ്ടാക്കാറ്. ബട്ട് സ്റ്റിൽ നമുക്കത് അരിഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ചിരവിൻ്റെ പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ചിരകം. ഇവിടുത്തെ മേജർ തേങ്ങ കള്ളി എൻ്റെ അമ്മയാണ്. ഈ തേങ്ങ മൊത്തം ഇങ്ങനെ ചിരണ്ടി വെച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ചമ്മന്തി കൂടി നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് മുളകും അതേപോലെ തന്നെ പുതിനയിലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച്, അതായത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരും കൂടി ചേർത്ത് നമ്മളൊന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരയ്ക്കേണ്ട, ലൈക്ക് വെള്ളമാവുന്ന പോലെ അരയ്ക്കേണ്ട, നമുക്ക് അത്യാവശ്യം തിക്കായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോലെ അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കും. പിന്നെ അമ്മ എപ്പോഴും പറയാറ് നമുക്ക് നിർബന്ധമുള്ള കാര്യം ഈ ബിരിയാണി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മുട്ട കൂടി വേണം. അപ്പോൾ നമ്മൾ ജീരക വെള്ളത്തിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചമ്മന്തിയും അതേപോലെ തന്നെ സലാഡ് ഉണ്ടാക്കി. ഇനി നമ്മൾ ദം എടുക്കുക എന്നുള്ള പരിപാടി, അതായത് ദം പൊട്ടിച്ചു, ലൈക്ക് അതിൻ്റെ ഒരു വാസന വരേണ്ട നെയ്യിൻ്റെയും പിന്നെ നമ്മുടെ മസാലേൻ്റെയും ഒക്കെ. അപ്പം നമ്മൾ അമ്മ അത് റെഡിയാക്കി നമുക്ക് ഇട്ട് തരാം കേട്ടോ. യെസ് ഗായ്സ്, ഫൈനലി നമ്മുടെ ബിരിയാണി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. സോ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഴിപ്പ് കാണുമ്പോൾ അറിയായിരിക്കും എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ ഗായ്സ്.